നെഞ്ചുവേദന വന്നാൽ പേടിക്കാത്തവരായി ആരുമില്ല. ഇത് വെറും ഗ്യാസ് ആണോ അതോ ഗുരുതരമായ ഹൃദയാഘാതമാണോ? പലർക്കും സംശയം വരുന്ന ഒരവസ്ഥയാണിത്. ഈ വീഡിയോയിൽ ഈ രണ്ട് വേദനകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അറിവ് ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടവരുടെയോ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. വേദനയുടെ സ്വഭാവം നെഞ്ചിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നുക, ശക്തമായ സമ്മർദ്ദം അല്ലെങ്കിൽ ഇറുകിയ അവസ്ഥ അനുഭവപ്പെടുക, ചതച്ചതുപോലെയോ പൊള്ളുന്നതുപോലെയോ തോന്നാം. സ്ഥാനം നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുഭാഗത്തോ ആയിരിക്കാം. വേദന നെഞ്ചിൽ നിന്ന് കൈകളിലേക്ക്, പ്രത്യേകിച്ച് ഇടത് കൈയിലേക്ക്, താടിയെല്ല്, കഴുത്ത്, പുറം, വയറ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. വേദന കുറഞ്ഞത് കുറച്ചു മിനിറ്റുകൾക്കധികം നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പോയി വീണ്ടും വരികയോ ചെയ്യാം. മറ്റ് ലക്ഷണങ്ങൾ: ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, തണുത്ത വിയർപ്പ്, ഓക്കാനം, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ, ഛർദി, ദഹനക്കേട് പോലുള്ള തോന്നൽ, തലകറക്കം, തലയ്ക്ക് ഭാരം കുറഞ്ഞതുപോലെ തോന്നുക അല്ലെങ്കിൽ ബോധക്ഷയം, വിട്ടുമാറാത്ത ക്ഷീണം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. സാധാരണ നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചുവേദന പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ, പേശീവലിവ് അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത്തരം വേദന സാധാരണയായി ഒരു പ്രത്യേക കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിച്ച ഉടനെ നെഞ്ചിൽ എരിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ദഹന പ്രശ്നമാകാം. വേദനയുള്ള ഭാഗത്ത് അമർത്തുമ്പോഴോ ശരീരം ചലിപ്പിക്കുമ്പോഴോ വേദന വർദ്ധിക്കുകയാണെങ്കിൽ അത് പേശി സംബന്ധമായ വേദനകൾ ആകാൻ സാധ്യതയുണ്ട്. ഉത്കണ്ഠ മൂലമുള്ള വേദനയാണെങ്കിൽ അത് കുത്തി നോവിക്കുന്നത് പോലെ തോന്നുകയും ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായ കൈകളിലേക്കുള്ള വേദനയുടെ വ്യാപനം ശക്തമായാൽ വിയർപ്പ്, ശ്വാസം മുട്ടൽ എന്നിവ സാധാരണ നെഞ്ചുവേദനയിൽ പൊതുവെ കാണാറില്ല.